നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രഹോബോത്ത് മിനിസ്ട്രിയില്, പ്രയർ മിനിസ്ട്രിയില് പ്രവർത്തിക്കുന്ന കർത്തൃദാസിക്കും അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വളരെ ഒരു ദുഃഖകരമായ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിടുക്കരായത് കൊണ്ടല്ല കർത്താവ് നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അവന്റെ കൃപ, അവന്റെ ദയ ഒന്ന് മാത്രമാണ്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ അടിക്കടി ദുരിതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് ഉള്ള അറിയിപ്പ് നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ കർത്താവ് വാതിൽക്കലാണ്, നമുക്ക് പോകാറായി. ഇതുപോലെ നമുക്കും സംഭവിച്ചു കൂടായികയില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് സംഭവിച്ചു കൂടായികയില്ല. അതുകൊണ്ട് ഏത് നേരത്തും നാം പോകാൻ റെഡിയായിരിക്കണം. കർത്താവ് എപ്പോഴാണ്, ഏത് വാഹനത്തിലൂടെയാണ്, മണ്ണിടിച്ചിൽ വാഹനമാണോ, അത് അപകട വാഹനമാണോ, ഒരു രോഗത്താലാണോ, അതല്ല ഉറക്കത്തിലാണോ, ഏത് മുഖേന നമ്മളെ കൊണ്ടുപോകാം കർത്താവിന്. ഇന്ന രീതിയിലേ നമ്മൾ മരിക്കാവൂ എന്നൊന്നുമില്ല. അവൻ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസന്റെ ആക്സിഡന്റ്, വളരെ ശക്തമായി കർത്താവിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്തൃദാസൻ ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് എത്ര ദേവദാസന്മാരും, നമ്മുടെ ചിക്കു, കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കുവിനെ ഓർക്കാനിടയായി. പാട്ടുകാരനായ ആ പൈതല്, ആമേൻ, ക്യാൻസർ രോഗത്താൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവന്റെ പാട്ട് കേട്ടാൽ ഇന്നും നമ്മള് യൂട്യൂബിൽ കിടപ്പുണ്ട്. പാട്ട് കേട്ടാൽ നമ്മൾ ഇന്നും, ആമേൻ, വളരെ സങ്കടത്തോടും സന്തോഷത്തോടും കർത്താവിനെ സേവിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആമേൻ, ആ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്നവരെ പോലും, ആമേൻ, അവരെ ആയുസ്, നമ്മൾ വിചാരിക്കുന്ന ആയുസ്, കർത്താവ് കൊടുത്ത ആയുസ് അതാണ് അതിന്റെ കണക്ക്. ചിലപ്പോ 20 വയസ്സ്, 40 വയസ്സ്, 60 വയസ്സ് എന്നൊക്കെ കർത്താവ് ഇട്ട ആയുസാ. നമ്മൾ പറയും 100 വയസ്സ് ജീവിക്കണം, അല്ലെങ്കിൽ 70, 80 വയസ്സ് വരെ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും കർത്താവ് ഒരു ആയുസ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിശ്ചയിച്ചു. ആ സമയത്ത് അവരെ കർത്താവ് കൊണ്ടുപോകും. അത് ഏത് വഴിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒരുങ്ങണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, ആമേൻ, ദൂത്. സ്തോത്രം. ഇന്ന് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമാധാനിപ്പിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് സഹോദരി പാടിയപ്പോൾ ശക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി കേട്ടോ. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് നൽകിയതായ ആലോചനയും അതിനോടനുബന്ധിച്ച് തന്നെയാണ് 2 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളാണ്. ഞാൻ തന്നെ വായിക്കാം. 2 കൊരിന്ത്യർ 4-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ശക്തി, ആ ശക്തി നമുക്കുള്ളിടത്തോളം കാലം ഈ ഭൂമിയിലുള്ള മാനുഷ്യ ശക്തിക്കാവട്ടെ, നിയമത്തിന്റെ ശക്തിക്കാകട്ടെ, കഷ്ടതയുടെ ശക്തിക്കാകട്ടെ, ഉപദ്രവങ്ങളുടെ ശക്തിക്കാകട്ടെ, പിശാചിന്റെ ശക്തിക്കാകട്ടെ നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല. ആമേൻ. അവൻ ഈ പോരാട്ടം വരുന്നതോടൊപ്പം എത്രമാത്രം പോര് നമ്മളെ വന്ന് അവൻ തട്ടുന്നുവോ അത്രയും അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. ഒരു തികഞ്ഞ ദൈവ പൈതൽ, ഒരു കർത്താവിന്, ആമേൻ, ആത്മാർത്ഥമായി സേവിക്കുന്ന ഒരു ദൈവ പൈതൽ, മാത്രമല്ല നിത്യകനം, തേജസ്സിന്റെ നിത്യകനം ഹൃദയം കൊണ്ട് കണ്ട ഒരു വ്യക്തിക്ക് ഈ പ്രതികൂലമൊന്നും തളർത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോൾ നമുക്കറിയാം, പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തെല്ലാം ഉപദ്രവങ്ങളിലൂടെയാണ്. ആ 4-ാമത്തെ അധ്യായമൊക്കെ വായിച്ച് നല്ലപോലെ അറിയാം ഏതെല്ലാം ഉപദ്രവങ്ങളിൽ കൂടെയാണ് കടന്നുപോയി എന്നത്.
വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി, വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. അവിടെ ഒന്നും പൗലോസിനെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ആമേൻ. പിന്നെ എങ്ങനെയാ നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നത്? അപ്പൊ ഓർക്കുക, നമ്മുടെ അകത്തെ മനുഷ്യൻ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക്, യഥാർത്ഥമായ ദൈവത്തിന്റെ പൈതലായി അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് പ്രതികൂലം വന്നാലും അവിടെ നമ്മൾ തളരുകയില്ല, തളരുകയില്ല, തളരുകയില്ല. ആമേൻ, സ്തോത്രം. സങ്കടം വരില്ലെന്നല്ല, ഭാരം വരുന്നില്ലെന്നല്ല. സങ്കടം വരും, ഭാരം വരും, പ്രയാസങ്ങൾ വരും. അപ്പോൾ നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ച് ആശ്വാസം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ ബലഹീനനാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലമുള്ളവനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ബലമുള്ളവനാണെങ്കിൽ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ യാക്കോബിനെ ഓർമ്മ വരുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലാബാൻ കാരണം ഈ ലാബാന്റെ സ്വത്തെല്ലാം കൂടി യാക്കോബ് ഇങ്ങനെ ഇതാ വായിച്ചു നോക്കാം, നമുക്ക് എടുക്കാം. ഈ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വചനം ഒന്ന് വായിച്ചു നോക്കാം. എടുത്തവരുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. അല്ല, തന്റെ 31-ാം അധ്യായം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരോട് ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇത് പിന്നീട് നിങ്ങൾ തുറമാനം വായിച്ചു നോക്കുക, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഒന്ന് ജസ്റ്റ് അവിടെ ഇടയ്ക്കൂടെ ഒന്ന് തൊട്ട് വരാം. ആമേൻ. ഇവിടുത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. യാക്കോബ് പുത്രന്മാർ ഇവിടെ ഒരു ചെറിയ ഒരു നാടകം അഭിനയിക്കുകയാണ് എന്ന് വേണ്ടി നമുക്ക് ചിന്തിക്കാം. ഒരിക്കലും യാക്കോബ് ലാബാന്റെ സ്വത്ത് തട്ടിപ്പറിച്ചിട്ടേയില്ല. എന്നാൽ വായിച്ചു വരുമ്പോൾ നമുക്ക് അവർ 7-ാമത്തെ വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ 10 പ്രാവശ്യം ലാബാൻ അവന്റെ നന്മയെ അപകരിച്ചു എന്ന് മാറ്റി, നന്മ അപകരിച്ചു അല്ലെങ്കിൽ മാറ്റി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നോക്ക്, അപ്പനെ ഞാൻ എന്റെ സർവബലത്തോട്, നിങ്ങളുടെ അപ്പനെ, 6-ാം വാക്യം, നിങ്ങളുടെ അപ്പനെ ഞാൻ എന്റെ സർവബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഭാര്യമാര് സാക്ഷികളാണ്. ആമേൻ, സ്തോത്രം. അറിയാമല്ലോ, നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അവൻ ഹൃദയശുദ്ധിയോടുകൂടെ, നിർമ്മലതയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ, സർവശക്തിയോടും കൂടെ ലാബാന് വേണ്ടി നന്മ ചെയ്ത യാക്കോബിനെതിരെ പ്രവർത്തിച്ച യാക്കോബിനെ മുമ്പിൽ തോൽപ്പിക്കുവാൻ ദൈവം യാക്കോബിനെ സമ്മതിച്ചില്ല. ലാബാന്റെ മുമ്പിൽ തോറ്റുപോകാൻ യാക്കോബിനെ ദൈവം സമ്മതിച്ചില്ല. അവൻ, സ്തോത്രം. ചതിച്ചത് യാക്കോബല്ല, ചതിച്ചത് ലാബാനാണ്. പക്ഷെ മക്കൾക്ക് തെറ്റുപറ്റി. മക്കൾ നോക്കിയപ്പോ യാക്കോബ് അവന്റെ നന്മയെല്ലാം കൊണ്ടുപോകുന്നു. ഈ നന്മ കൊടുത്തത് ആരാ? വരയുള്ളതും പുള്ളിയുള്ളതും നിങ്ങൾ തിരിച്ചു വായിച്ചു നോക്കിയാൽ അവൻ വെറ്റുവെക്കാണ്. ലാബാൻ പറയാ, ഇനി വരയും പുള്ളിയുള്ളതൊക്കെ നിനക്കുള്ളതാ. അപ്പൊ ഇദ്ദേഹം ലാബാൻ വിചാരിച്ചു വരയും പുള്ളിയുള്ളത് കുറഞ്ഞു പോകുന്ന. പക്ഷെ അപ്പോഴും ദൈവം എന്ത് ചെയ്ത് വരയും പുള്ളിയുള്ളതൊക്കെ കൂട്ടിക്കൊടുത്തു. മനസ്സിലായി? 2 പ്രാവശ്യം വെറ്റു, 2 പ്രാവശ്യം ആടുമാടുകളുടെ പെരുപ്പം അവന് പെരുകി വരുന്നു, യാക്കോബിന് പെരുകി വരുന്നു. പക്ഷെ മക്കള് നോക്കിയപ്പോ അത് യാക്കോബ് ചതിച്ചെടുക്കുന്നെന്നാ വിചാരിച്ചേ. പക്ഷെ ഇത് ദൈവം കൊടുത്തതാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുത്തതാ. ഹല്ലേലൂയ. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞോ, ഈ വാക്യം വായിച്ചല്ലോ, അതിന് 3-ാം വാക്യം, അപ്പോൾ യഹോവ യാക്കോബിനോട്, അല്ല അതിനു മുമ്പ് 2-ാം വാക്യം, യാക്കോബ് ലാബാന്റെ മുഖത്തു നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. നമുക്ക് മനസ്സിലാവും അല്ലേ? ചിലരെ കണ്ട നല്ല സ്നേഹിച്ച് നല്ല സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പ്രത്യേക സമയമാകുമ്പോ അവര് മുഖത്തേക്ക് നോക്കുമ്പോ ഒരു പ്രസാദം ഇല്ലായ്മ, ഒരു ചിരിക്കൊരു മാറ്റം, സംസാരത്തിനൊരു മാറ്റം, ഇല്ലേ? അപ്പൊ നമുക്കറിയാം നേരത്തെ ഇരുന്ന പോലെ അല്ല, എന്തോ ഒരു ഇതുണ്ട. ചിലപ്പോ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരിക്കാം. നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തു പറ്റി എന്ന് ഇവരോട്ട് തുറന്ന് ചോദിക്കുന്നുമില്ല, തുറന്ന് പറയുന്നുമില്ല. അങ്ങനെയുണ്ട് ചിലര്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണ്ടേ?
ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ ഞാൻ ഒരു പിന്നെ എക്സാമ്പിൾ പറയാ. നമ്മുടെ രഹോബത്തിലെ സിസ്റ്റർ എന്നോട് വലിയ സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ട് ഒരു ദിവസമായപ്പോ സംസാരത്തിൽ എന്തോ ഒരു മാറ്റം. ഞാൻ ഞാൻ ഇടയ്ക്ക് ഇല്ല, നല്ല നല്ല സഹോദരിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചോദിക്കാന്ന് വിചാരിക്കുക, എന്താ സിസ്റ്ററെ കഴിഞ്ഞ നാളിലുള്ള സംസാരം പോലെ എന്തോ ഒരു വിഷമം എന്നോടുള്ളത് പോലെ തോന്നുന്നല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയൂ ട്ടോ. ആ ഒന്നുമില്ല, ഒന്നുമില്ല, പക്ഷെ ഉണ്ട് താനും. കണ്ട, ഇങ്ങനത്തെ സഹോദരിമാര് ഇവിടെ അല്ല കേട്ടോ, ഉണ്ട്. അപ്പൊ ഇങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവം. തുറന്ന് പറയത്തില്ല, ഒന്നും ഇല്ലെന്ന് പറയും. പക്ഷെ ഇവരെ മനസ്സിൽ എന്തോ ഉണ്ട്, ആരോ എന്തോ തെറ്റിദ്ധരിച്ച് പറഞ്ഞു കൊടുത്തതാ എന്ന് തുറന്ന് ചോദിക്കണ്ടേ? സിസ്റ്റർ ഞാൻ ഇങ്ങനെ ഒന്ന് അറിഞ്ഞു, തൽക്കാലം ആള് പറയുന്നില്ല, ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടു, എന്നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു, വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ, എന്താ അങ്ങനെ പറയാൻ കാരണം? പറയൂ, ഇല്ല ഞാൻ അങ്ങനെ അറിഞ്ഞതേ ഇല്ല, ഞാൻ പറഞ്ഞതേ ഇല്ല. ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ ഞാൻ സത്യസന്ധമായി എണ്ണുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞ വ്യക്തി ആരോ, അവരാ തെറ്റിദ്ധരിച്ച് പറഞ്ഞത്. ഇപ്പൊ ലാബാന്റെ മക്കൾ പറഞ്ഞ പോലെ, ലാബാന്റെ മക്കൾ പറഞ്ഞ തെറ്റല്ലേ? സത്യമാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ലാബാന്റെ മുഖത്തേക്ക് യാക്കോബ് നോക്കിയപ്പോ ലാബാൻ അത് വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ടാ പുള്ളിയുടെ മുഖം മാടിയിരുന്നത്. എന്നാൽ ഇക്കണ്ട കാലം അത്രയും ലാബാനു വേണ്ടി ജീവൻ കൊടുത്തു നിന്ന പിന്നെ യാക്കോബ് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ലാബാൻ ചിന്തിക്കണ്ടേ, അത്രയും വർഷം എന്റെ കൂടെ നിന്നവനോട് തുറന്നൊന്ന് ചോദിക്കണ്ടേ, യാക്കോബേ ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, ഇതിനകത്ത് എന്തെങ്കിലും സത്യസന്ധത, എന്തെങ്കിലും സത്യം ഉണ്ടോ, പറക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ല യജമാനനെ, അല്ലെങ്കിൽ ഇല്ല അമ്മായിയപ്പ എന്നൊക്കെ പറയാമായിരുന്നില്ലേ? പക്ഷെ തുറന്നു പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുറന്നു പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം നല്ലതാ. ഹല്ലേലൂയ. മനസ്സിനകത്ത് വെച്ച് ആ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് നല്ലതല്ല. ആമേൻ. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഹൃദയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, അത് അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത്, ശരി, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് പിരിയാൻ ഇടയായി തീരട്ടെ. ഹൃദയശുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞ ഹൃദയശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ദൈവഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ തെറ്റിദ്ധാരണകൾ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണം. ശരിയായ ധാരണകൾ, ശരിയായ രീതി മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാവൂ. അവിടെ ദൈവത്തിനും ഇരിക്കാൻ കഴിയുള്ളൂ. തെറ്റായി ധരിക്കപ്പെടുന്ന വിഷയം പരിശുദ്ധാത്മാവ് അല്ല ഉള്ളിക്കയറ്റിയിരുത്തുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക് അത് ശരിയായി തന്നെ ധരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഉള്ളം ഇങ്ങനെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കും. അവരോട് ചോദിച്ചല്ലാതെ ഇവർക്ക് സമാധാനം കിട്ടില്ല. ചിലർ വിട്ടുകള വിട്ടുകള ചോദിക്കണ്ട എന്ന് പറയും. അല്ല, അതല്ല സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല സത്യം. ചോദിച്ച് ക്ലിയർ ചെയ്ത് പിന്നെയും പഴയതിനേക്കാൾ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി ചതിച്ച യാക്കോബ് എന്നോട് ദൈവം പറയാ, നീ നിന്റെ ദേശത്തേക്ക് പോകാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കണ്ടോ, ദൈവ സംരക്ഷണയ്ക്ക് ഇറങ്ങി വരുന്ന കണ്ടോ. എന്നിട്ട് പോവുകയാണ്. പോയി വന്നപ്പോ നോക്ക്, അവിടെ 19 വചനം പറയുന്നു, ലാബാൻ തന്റെ ആടുകളെ രോമം കത്രിക്കാൻ പോയ സമയം കൊണ്ടാണ് യാക്കോബ് പോകുന്നത്. യാക്കോബ് ഇവനെ ചതിച്ചു എന്ന് ചിന്തിച്ചിട്ട് ലാബാൻ കൂട്ടരെയും കൂട്ടി പുറകെ പോകുന്ന എവിടം വരെ പോയി? ഗിലെയാദ് പർവ്വതത്തിന്റെ അവിടം വരെ നേരെ തിരിഞ്ഞു അവിടം വരെ യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട്, 23-ാം വചനം, കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. ദൈവമക്കളെ, നമ്മൾ എത്ര ഉയരത്തിലേക്ക് പോയാലും, എത്ര ആത്മീയതയിൽ ഉയർന്നാലും, ഭൗതികത്തിൽ ഉയർന്നാലും, നമ്മളെ സാത്താൻ വെറുതെ വിടുവെന്ന് വിചാരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് അസൂയയാലും എങ്ങനെയെങ്കിലും നമ്മളെ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെ കയ്യിലെടുത്തുകൊണ്ട് എത്രമാത്രം നമ്മളെ പുറകെ വരാമോ അത്രമാത്രം പുറകെ വരും. നമ്മൾ അവർക്ക് ആർക്കും ഒരു ദോഷവും നമ്മൾ പലപ്പോഴും പറഞ്ഞേ, ഞാൻ അവർക്ക് ഒരു ദോഷവും ചെയ്തില്ല, ഞാൻ അവരെ പറ്റി ഒന്നും മോശമായി പറഞ്ഞില്ല, പിന്നെ എന്തിനാ ഇവരെന്റെ പുറകെ നടക്കുന്നത്, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ഇവരോടൊക്കെ എന്തെങ്കിലും പോയി പറയുന്നത്, ഞാൻ അവർക്കൊരു ദോഷം ചെയ്തില്ലല്ലോ എന്ന് പറയുന്നവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രാർത്ഥിക്കുന്ന, നല്ല ദശാംശം കൊടുക്കുന്ന, പാവങ്ങൾക്ക് നന്മ കൊടുക്കുന്ന, സ്നേഹിക്കുന്ന എത്രയോ നല്ല ദാസന്മാരും ദാസിമാരും ഉണ്ടെന്ന് അറിയാമോ? ശുശ്രൂഷകന്മാരുണ്ടെന്നറിയാമോ? അവരെ വേട്ടയാടുന്ന സാത്താന്റെ ശക്തികളെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതിന് മനുഷ്യരെ കയ്യിലെടുക്കുക, അതിന് ദൈവമക്കളെ കൂടി കയ്യിലെടുക്കുന്നവരുണ്ട് സാത്താൻ. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ കൊണ്ട് തന്നെ ഇവർക്കെതിരെ സംസാരിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നമുക്കറിയാം.
ആമേൻ, ഹല്ലേലൂയ. പക്ഷെ അവിടെ ഭാരപ്പെടണ്ട കേട്ടോ. ആമേൻ, സ്തോത്രം. ഇനി 10 അല്ല 100 പ്രാവശ്യം നമ്മുടെ പ്രതിഫലം മാറ്റേണ്ട ലാഭാന്മാരുണ്ടെങ്കിലും, ഹല്ലേലൂയ, എത്ര ലാഭാന്മാരെ ശക്തി പുറപ്പെട്ടു വന്നാലും, എത്ര പ്രാവശ്യം നമ്മുടെ പ്രതിഫലം നീങ്ങി പോകേണ്ടി വന്നാലും ഭാരപ്പെടണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൃദയശുദ്ധിയോടുകൂടി, നിർമ്മലതയോടുകൂടി, ആമേൻ, നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയോടുകൂടി നമ്മൾ വിശ്വസ്തയോടെ മുന്നോട്ട് പോയാൽ മതി. എത്ര കഷ്ടം വന്നാലും ആ കഷ്ടത ഒന്നും കഷ്ടമായിട്ട് കൂടാതെ, കഷ്ടത കൂടുന്ന അനുസരിച്ച് അവന്റെ ഘനമേറിയ തേജസ്സിനെ കാണുമെന്ന വിശ്വാസത്തോടെ മുന്നേറിപ്പോയാൽ മതി. ദൈവമക്കളെ, ഈ ഭൂമുഖത്ത് എത്ര വിശ്വാസികളായിരുന്നാലും, എത്ര പ്രാർത്ഥിക്കുന്നവരായാലും, എത്ര പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ളവരായാലും ഒരു ദിവസം മരിക്കും. ആ മരണം വരെ കഷ്ടതയുണ്ട്. ആ മരണം വരെ പ്രതികൂലങ്ങളുണ്ട്. കർത്താവിനുണ്ടായില്ലേ? കർത്താവിന്റെ ദാസന്മാർക്കുണ്ടായില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത്ര നല്ല സാക്ഷ്യമുള്ള ഒരു ഇയ്യോബിനുണ്ടായില്ലേ? പിന്നെ നമുക്കുണ്ടാകുന്നതിനകത്ത് എന്താ ഇത്ര അത്ഭുതപ്പെടാനിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. യോബിനോടൊപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യോബിന്റെ അത്ര സാക്ഷ്യം നമ്മളെ കുറിച്ച് ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്നത്തെ ലോകത്തിലുള്ളവരെ കാണുമ്പോൾ ഉള്ളവരുണ്ടാവാം കേട്ടോ, ഞാൻ കണ്ടിട്ടില്ലാത്തയോ ഞാൻ പറഞ്ഞോളൂ. ആമേ, സ്തോത്രം. ഒരു കുറ്റമെങ്കിലും പറയാത്തവര് ഞാൻ നോക്കും, ഒരു കുറ്റമെങ്കിലും പ്രാർത്ഥനയിൽ ചിലപ്പം പോരായിക, വചനധ്യാനത്തിൽ പോരായ്മ ഉണ്ടാവാം, സുവിശേഷം പറയണത്തിൽ പോരായ്മ ഉണ്ടാകാം. ഒരു 10 ജോലി നമ്മളെ ദൈവം ഏൽപ്പിച്ചെങ്കിൽ 9 എണ്ണം ചിലപ്പോൾ നമ്മൾ ചെയ്തെന്നിരിക്കും നല്ല പോലെ. ഒരെണ്ണം എങ്കിലും നമ്മൾ ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്നുണ്ടാവും. 9 എണ്ണം ചെയ്തല്ലോ, കർത്താവ് പ്രസാദിച്ചോളും എന്ന് വിശ്വസിച്ച് ആ ഒരെണ്ണം തള്ളിക്കളയുന്നവരെങ്കിലും നമുക്കുണ്ടാവൂലേ? ആ ഒരു കുറ്റം നമ്മളെ കുറിച്ച് കർത്താവ് പറയാതിരിക്കുവോ? പറയും. അതാ ഞാൻ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. അപ്പം മുഴുവൻ യോബിനെ കുറിച്ച് ഒരു കുറവും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല. ആ വ്യക്തിക്ക് സംഭവിച്ച കഷ്ടത ഓർക്കുമ്പോൾ, ആമേൻ, പറഞ്ഞ വാക്കിതാ. ആമേൻ, ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട്, ഞാൻ എന്റെ കർത്താവിനെ കാണും. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ ഉറപ്പ്. നമുക്ക് ഈ ഭൂമിയിൽ എന്ത് നഷ്ടം വന്നോട്ടെ, എന്ത് ലാഭം ഇല്ലാതിരിക്കട്ടെ, എന്തെല്ലാം പ്രതികൂലം വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ആമേൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് മുന്നോട്ട് പോകും തോറും നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയയില്ല. നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ കാണും. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചാൽ ദേ ഉരുൾപൊട്ടി പോയില്ലേ, ഇതുപോലെ നമ്മൾക്കും സംഭവിച്ചു കൂടായികയില്ല. അപ്പൊ ചിലര് പറയായിരിക്കും, ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല. എന്തിന്? ഒരു 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 ഭൂമി കുലുക്കം മതിയല്ലോ. ആമേൻ, ഒരു ഇടിമിന്നൽ മതിയല്ലോ. കശത്തുന്ന ഒരു ഇടിമിന്നല് വീടൊക്കെ തകരാൻ. അതുകൊണ്ട് എന്തും എപ്പോഴും എവിടെയും സംഭവിക്കാം. അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായ ഒന്നേ ഉള്ളൂ, നമ്മുടെ നിത്യത. അവിടേക്ക് പോകാൻ ഒരുങ്ങുക, മാക്സിമം നന്നായി ഒരുങ്ങുക. ആമേൻ, സ്തോത്രം. അവിടെ ചെന്ന് എന്തെങ്കിലും കൈനീട്ടി കൈനീട്ടി എന്ന് ഞാൻ അലങ്കാരികമായി പറഞ്ഞതാണ്. അവിടെ ചെന്ന് നമുക്ക് നേടാൻ, ആമേൻ, എന്തെങ്കിലും ലഭിക്കണം. അതിനുള്ളത് ഇവിടെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ആമേൻ, സ്തോത്രം, നാം തോറ്റു പോകുകയില്ല, നാം തകർന്നു പോകുകയില്ല എന്ന് ഒരുറപ്പ് വരണം. അതിനോട് ചേർന്ന് തന്നെ ആ ഉൽപ്പത്തി 31-ന്റെ 21, 24 വായിച്ച് 29 വായിക്കാം. 24-ൽ പറയുന്നു, എന്നാൽ അത് 22 മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ അതാണ് പോയിന്റ്, നോക്കിക്കോ. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന്
അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട് എന്ന് വിളിച്ചു പറയുക. ലാബാനോട് രാത്രികാലത്ത് പോയിട്ട് സ്വപ്നത്തിൽ പറയുകയാണ്, എന്റെ ആമേൻ സ്തോത്രം, ആ യാക്കോബിനോട് അവൻ ഗുണമെങ്കിലും ദോഷമെങ്കിലും അവനോട് ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അത് തന്നെ അവൻ വന്നിട്ട് ഇവിടെ പറയുക. 29-ാമത്തെ വചനം പറയുന്നു, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. ഇല്ലേ? ലാബാനില്ലേ? ഉണ്ട്. ഇന്ന് ലോകത്തിൽ എടുത്തു നോക്ക്, നമ്മളോട് പൊരുതാൻ ശക്തികളില്ലേ? ആമേൻ, ഉണ്ട്, ധാരാളമുണ്ട്. പ്രതികൂലങ്ങളില്ലേ? നമ്മളെ തളർത്തുന്ന പ്രശ്നങ്ങളില്ലേ? എന്തിന് പുറത്തു പോണ്ട? നമ്മളെ വീട്ടിലില്ലേ? ആമേൻ സ്തോത്രം. നമ്മളെ വീട്ടിലുണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, പാരന്റ്സിന്റെ ഇടയിൽ, മക്കളുടെ ഇടയിൽ, ആമേൻ കുടുംബത്തിൽ ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവരോടൊക്കെ ദൈവം പറയുന്ന നമ്മൾ കേട്ടിട്ടില്ല. ദൈവമക്കളെ, ദൈവം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ മകളോട്, എന്റെ മകനോട് നീ ദോഷം ചെയ്യരുത്, ഗുണമെങ്കിലും ദോഷമെങ്കിലും അവനോട് നീ ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഒറ്റ കാര്യം, നമ്മുടെ ഹൃദയശുദ്ധിയോടെ അവനെ സ്നേഹിക്കൂ, ഹൃദയശുദ്ധിയോടെ അവനെ സേവിക്കൂ. ഇത്രമാത്രം അവന്റെ കൽപ്പനകൾ ഉള്ളതുപോലെ അനുസരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നമുക്ക് നന്മ തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ശത്രുക്കളോട് സ്വപ്നത്തില് പോയി സംസാരിച്ച് കൽപ്പന കൊടുക്കുവാൻ, താക്കീത് കൊടുക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവിടെ പറയും, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ കൽപ്പന ആജ്ഞ കൊടുക്കുകയാണ്, അരുത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് പോകുന്നത്. ഭർത്താവ് പലപ്പോഴും നമ്മുടെ ശത്രുക്കൾക്ക് നേരെ അരുത് 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 എന്ന് കൽപ്പന കൊടുത്തതിന്റെ പേരിലാ ഇന്ന് നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്നത്. നമ്മൾ അറിയുന്നില്ല കേട്ടോ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, എനിക്ക് ഇതിൽ നിന്ന് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, നമുക്കെതിരെ പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അതിന്റെ മധ്യത്തിൽ നമ്മെ തൊടാതെ, ആമേൻ, നമ്മെ ഉപദ്രവിക്കാതെ, നമ്മളോട് ആമേൻ ഗുണമെങ്കിൽ ദോഷമെങ്കിൽ ദോഷം ചെയ്യാതെ വണ്ണം കാത്തു പരിപാലിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കണ്ണ് എപ്പോഴും നമുക്ക് നേരെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഭക്തരായിരിക്കുക, കർത്താവിനെ സേവിക്കുന്നവരായിരിക്കുക, നിത്യതയിൽ പോകാൻ ഒരുങ്ങുന്നവരായിരിക്കുക. നമുക്ക് ഇവിടെ വേണ്ട വസ്ത്രം, ആഹാരം, പാർപ്പിടം, നമുക്ക് വേണ്ട സമ്പത്ത് എല്ലാം ആവശ്യത്തിന് തരാൻ, അനാവശ്യത്തിന് നമുക്ക് വേണ്ട. അനാവശ്യത്തിന് നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിന്റെ പുറകെ പോകും. നമുക്ക് ആവശ്യമുള്ള ദൈവം തരുന്നുണ്ട്. ഇനി ദൈവം പട്ടിണിക്കാണ് നമ്മളെ കിടത്തുന്നെങ്കിൽ കിടക്കണം. യാക്കോബ് കിടന്നില്ല, അല്ല, ഏലിയാവ് കിടന്നില്ലേ? എന്നിട്ട് ഏലിയാവ് നശിച്ചു പോയോ? ഒരിക്കൽ എങ്ങനെ പോയേ? രഥങ്ങളിൽ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അന്ത്യം എന്തെന്ന് നമുക്കറിയില്ല. നമ്മുടെ അന്ത്യം എന്തെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് നാളെ എന്താകും, എന്റെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ ഭാരപ്പെടുകയേ വേണ്ട. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ദിവസവും എന്താണ് എന്ന് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മളെ കർത്താവ് പോകും. നമ്മൾ കർത്താവിന്റെ പുറകെ പോയാൽ മതി. കർത്താവ് അവിടേക്കാ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ അതിന് പുറകെ അങ്ങ് പോയാൽ മതി. നമ്മുടെ വഴി കർത്താവ് കാണിച്ചു തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൊരിന്ത്യർക്ക് ലേഖന ആമേൻ ആ അധ്യായത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ഈ 4-ാം അധ്യായത്തിന്റെ
16 മുതലുള്ള വചനം വായിച്ചത്. അപ്പൊ ഇത്രയെല്ലാം പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയാ, അതുകൊണ്ട്, ഏതുകൊണ്ട്, നമ്മുടെ എതിരെ വരുന്ന ശത്രുവിന്റെ, ആമേൻ സ്തോത്രം, നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ നേരെ കർത്താവ് കൽപ്പനയുമായി പോയി നമുക്കെതിരെ പ്രവർത്തിക്കാതിരിപ്പാൻ അവർക്ക് കൽപ്പന കൊടുക്കുന്ന ഒരു ദൈവമാണ്. നാം ഉറങ്ങുന്ന സമയത്തും നാം ഉണർന്നിരുന്ന സമയത്തും നമ്മുടെ നേരെ ഒരു ശത്രുവിനെ അടുപ്പിക്കാതെ വണ്ണം നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന ബോധ്യത്തോടെ, ഒന്ന്. രണ്ട്, നാം പോയിക്കൊണ്ടിരിക്കുന്നത് നിത്യതയിലേക്കാണ് എന്ന ബോധ്യം കൈവിടാതെ അവിടേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നും, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നിടത്തോളം കാലം ഈ പുറമേ ഉള്ള മനുഷ്യൻ എത്ര ക്ഷയിച്ചാലും, ഈ പുറമേ ഉള്ള മനുഷ്യന് എത്ര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ഈ പുറമേ ഉള്ള മനുഷ്യന് എത്ര രോഗം, കഷ്ടം, ദുരിതം, പട്ടിണി, പരവട്ടം എന്തെല്ലാം സംഭവിച്ചാലും, അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുന്നിടത്തോളം കാലം നാം നിത്യതയിൽ ചെന്നെത്തുമെന്ന ഉറപ്പോടെ മുന്നോട്ട് പോകുക. ആമേൻ. ആ നിത്യ തേജസ്സിന്റെ കനം ഓർത്തോർത്ത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ബലം, ശക്തി ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം തരുന്നൊരു ദൈവമുണ്ട്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന തിരുവചനം സത്യം, സത്യം, സത്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അതിൽ അശേഷം സന്തോഷിപ്പീരെന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വചനം പറയുന്നു. അപ്പോൾ നമുക്ക് വിവിധ പരീക്ഷകൾ വന്നേ പറ്റൂ. നമ്മുടെ വിശ്വാസം ഉറയ്ക്കണ്ടേ? നമ്മുടെ വിശ്വാസം ഉറച്ചാൽ മാത്രമല്ലേ, നമുക്ക് കഷ്ടം വന്നാലല്ലേ നമുക്ക് ആശ്വാസം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റൂ. പിന്നെ ആശ്വാസം ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഈ 2-ാം കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഏതൊരു കഷ്ടത്തിലിരിക്കുന്നവരെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കും? പ്രൈസ് ദി ലോർഡ്. രോഗികളെ ശുശ്രൂഷിക്കാൻ ഒരു ഡോക്ടർക്കല്ലേ പറ്റൂ? ഒരു എഞ്ചിനീയർക്ക് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ രോഗികളെ സൗഖ്യമാക്കണമെങ്കിൽ ഡോക്ടർ ആവണം. അപ്പൊ ആ മേഖല പഠിക്കണം. ഒരു വീട് പണിയണമെങ്കിൽ ഡോക്ടറിന് പഠിച്ചിട്ട് പോയി വീട് പണിയാൻ പറ്റില്ല, അതൊരു എഞ്ചിനീയർക്ക് മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും നാം ആശ്വാസം പ്രാപിച്ച് അനേകർക്ക് ആശ്വാസം കൊടുക്കാനും നമ്മൾ എതിലൂടെ കടന്നു പോകണം? കഷ്ടതയിലൂടെ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ 2 കൊരിന്ത്യർക്കിലെ 1-ാം അധ്യായം പറയുന്നത്. കഷ്ടതയിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ കഷ്ടത അനുഭവിക്കുന്നവർക്കാണ് ഈ ആശ്വാസം കൊടുക്കുന്നത്. ഹല്ലേലൂയ. മതി കർത്താവേ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന ഏലിയാവിനോട്, എന്നാ പിന്നെ മതിയെങ്കിൽ പോരിഞ്ഞ് എന്ന് പറഞ്ഞില്ല. ഇല്ല, നിനക്ക് ഇനിയും ബഹുദൂരം യാത്ര പോകാനുണ്ട്. കഴിക്ക് എണീറ്റ് ഈ അപ്പോൾ വെള്ളം കുടിച്ച് പോ. പിന്നെ സറാഫാത്തിലൊരു വിധവ മരിക്കാനിരിക്കുക, വിധവേ മോനും. അവർ കലത്തിലെ മാവ് കുറഞ്ഞ് തീർന്നു, എണ്ണയില്ല. അവരെ കലത്തിലെ മാവ് നിറയ്ക്കണം, എണ്ണ നിറയ്ക്കണം. നീ പോയ കാര്യം സാധിക്കുള്ളൂ, നിന്നെ വേണം എനിക്ക് അയക്കാൻ. അപ്പൊ നീ മതി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന കാര്യം നടക്കത്തില്ല. എണീക്ക്, വേഗം എണീക്ക്, കഴിക്ക്. അപ്പോ നമ്മൾ ഓരോ ദിവസവും കർത്താവിന്റെ അടയും വെള്ളവുമാണ് വചനവും പരിശുദ്ധാത്മാവും. എല്ലാ ദിവസവും അടയാകുന്ന വചനം ഭക്ഷിക്കുക, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം കുടിക്കുക. ആമേൻ സഹോദരൻ, ഞാനത് ആലങ്കാരികമായി പറഞ്ഞതാ. വചനവും പരിശുദ്ധാത്മാവിന്റെ നിറവും എല്ലാ ദിവസവും നമ്മൾ സേവിച്ചുകൊണ്ടേയിരിക്കണം. ഇതില്ലാതെ ഒരു അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കയില്ല. ഏത് കഷ്ടതയും തരണം ചെയ്യാൻ സാധിക്കയില്ല. ആമേൻ സ്തോത്രം. നമുക്ക് മുന്നേറാൻ പറ്റുകയില്ല. കാരണം നമ്മെക്കാൾ ശക്തിയുള്ളവനാ സാത്താൻ, പരിശുദ്ധാത്മാവിനേക്കാൾ ശക്തിയുള്ളവനല്ല. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ശക്തിയുള്ളവനല്ല, നമ്മളെക്കാൾ ശക്തിയുള്ളവനാ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും നമ്മളിൽ പുഷ്ടി തന്നില്ലെങ്കിൽ നമ്മൾ വാടിപ്പോകും, നമ്മൾ തകർന്നു പോകും. എന്തിന്? സാത്താൻ ഒന്ന് ഇങ്ങനെ തൊട്ടാ മതി. ഒരു വാക്ക് ഏതെങ്കിലും വ്യക്തിയെ കയ്യിലെടുത്തിട്ട് ഒരു നിസ്സാര വാക്ക് പറഞ്ഞ് ഏലിയാവിനെ തളർത്തിയിട്ടതുപോലെ നമ്മളെ തളർത്താൻ പറ്റും?
ഒരു വാക്കി തളർന്നു പോകാത്ത ആരെങ്കിലും ഉണ്ട്? അവൾ അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ദേവദാസ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അയ്യോ എന്ന് പറഞ്ഞു പറയുന്ന എത്ര പേരെ നമുക്കറിയാം? കേട്ടിട്ടില്ലേ? നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ വാടിപ്പോകുന്നവരുണ്ട്. വേണ്ട വേണ്ട വാടണ്ട. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എത്ര വാക്കുകൾ വന്നാലും അതിനെ തടുത്തു നിർത്താനുള്ള ഒരു ശക്തി ഞാൻ കേട്ടിട്ടുണ്ടേ. ഈ ആനയില്ലേ, ആന. ആമേൻ. ഞങ്ങൾക്കൊരു മോനുണ്ട് കേട്ടോ. മോനെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആത്മീയ മോനാണ്. സലാം, അബ്ദുൾ സലാം. ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന മോനാ. തൃശ്ശൂർക്കാരനാണ്. ഇവര് വിവാഹമായിട്ടില്ല. 30 വയസ്സ്, 31 വയസ്സായി. നിങ്ങൾ പ്രാർത്ഥിക്കണം കുഞ്ഞിന് വേണ്ടിയിട്ട്. അവർക്ക് 4 സഹോദരങ്ങളാ. ഇവനാ ഏറ്റവും മൂത്തത്. താഴത്തെ 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. അവൻ രക്ഷിക്കപ്പെട്ട പിന്നെയാണ് മറ്റു 3 പേരുടെയും വിവാഹം കഴിഞ്ഞത്. ആദ്യം ഇവന്റെ വിവാഹത്തിന് വേണ്ടി വീട്ടുകാർ നോക്കി നിന്നു. ഇവൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി കുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം നേരെ ഇളയതിന്റെ പ്രായം കഴിഞ്ഞു പോണ്. ഇവർക്ക് 23 വയസ്സൊക്കെ കഴിയുമ്പോഴേ കെട്ടിക്കും. പറഞ്ഞ് അവൻ കെട്ടിക്കോട്ടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവന്റെ കല്യാണം കഴിഞ്ഞു. അവന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞു. അവന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതും കഴിഞ്ഞു. അപ്പൊ മൂത്തവൻ നിൽക്കുമ്പോ ഇവരെ ബന്ധുക്കളെല്ലാം കസിൻസും ബന്ധുക്കളും എല്ലാം ഇവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. അതും ഇതും പറഞ്ഞ് ബുദ്ധിമുട്ടി. പക്ഷെ ഇവൻ പിടിച്ചു നിൽക്കുക. നിങ്ങളെ വിളിച്ചു പറയാൻ ഇങ്ങനെയാണ് ഇങ്ങനെ പറയാൻ ധൈര്യമായിട്ട് നിൽക്കുന്ന നമ്മൾ ദൈവത്തെ കർത്താവേ എന്ന് അപ്പനെ മുഖത്തു നോക്കി അപ്പാ എന്ന് വിളിച്ച ആത്മാർത്ഥയോടാണ് വിളിച്ചതെങ്കിൽ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ കർത്താവ് കരുതുന്നത്? എനിക്ക് 12 വർഷം മക്കളില്ലായിരുന്നപ്പോ ഞാൻ പറഞ്ഞു നടന്ന ഒരു വാക്കാ. ആരെങ്കിലും കുഞ്ഞിന്റെ കാര്യം എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മക്കളെ ദൈവം തരും. എനിക്ക് മക്കളെ ദൈവം തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുക? എനിക്കൊന്ന് അറിയണമല്ലോ. പ്രൈസ് ദി ലോർഡ്. അതെന്റെ അപ്പനുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞ. എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ അപ്പാ എന്ന് ഞാൻ എന്റെ യേശുപ്പായ കർത്താവേ എന്ന് ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചെങ്കിൽ എനിക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ, എനിക്ക് വേണ്ടി തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുക? ഇനി മറ്റൊന്ന്, ഇനി എനിക്ക് തന്നില്ലെങ്കിൽ അതിന്റെ മേൽ ശക്തി പകരുവാൻ കഴിവുള്ളവനാ എന്റെ ദൈവം, കൃപയുള്ളവനാ എന്റെ ദൈവം, മനസ്സിലുള്ളവനാ എന്റെ ദൈവം. അപ്പോൾ എനിക്ക് മക്കളില്ലാതെ എത്രയോ ദേവദാസന്മാരും ഭയങ്കര ശുശ്രൂഷ ചെയ്ത ദേവദാസന്മാരും ഉണ്ടായിരുന്നു. എനിക്കറിയാം അനാച്ചൻ എന്ന് പറഞ്ഞ പാസ്റ്റർക്ക് എന്തൊരു നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഉള്ളി വിളിക്കും പോലെ പറയുന്ന ഒരു ദൈവദാസനാ. അവർക്ക് മക്കളില്ല, മരണപ്പെട്ടു. ഞാൻ ദൈവം കൊടുത്ത അത് പ്യൂറായിട്ട് ഫുൾ ടൈം 24 അവേഴ്സും കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാകാൻ ദൈവം കൊടുത്തൊരു വരവാ. അപ്പോൾ മക്കളില്ല എന്ന ദുഃഖവും അവരിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ദൈവം എടുത്ത് മാറ്റും. അപ്പൊ ഞാൻ മക്കളില്ല എന്ന വിഷമം എനിക്ക് അധികം ഇല്ലായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് എന്റെ ബന്ധുക്കൾ എപ്പോഴും എന്നെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കായിരുന്നു. അത് നിന്നെ അള്ളാഹ് ശിക്ഷിച്ചിട്ടതാണ്. നീ ഇസ്ലാം മതം വിട്ടുപോയത് കൊണ്ടാണ് നിനക്ക് മക്കളെ പോലും ദൈവം തരാത്ത എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞ വാക്കിന് മുമ്പിൽ എനിക്ക് മക്കളെ തന്നേ പറ്റൂ. അത് പിന്നെ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അവർ വേണ്ടുവോളം നിന്ദിക്കട്ടെ, അവർ ലജ്ജിക്കുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് ദൈവം എനിക്ക് ദൂത് തന്നു. ആമേൻ. മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദൈവം ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. മനസ്സോടെ അല്ല. അവൻ ദുഃഖിപ്പിക്കുന്നെങ്കിൽ അവന് കരുണയ്ക്കൊത്തവണ്ണം അവന്റെ മഹാദയക്കൊത്തവണ്ണം കരുണ കാണിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 32 മുതൽ 1 മുതലുള്ള വായിച്ചോ? 32 മുതലുള്ള വാക്യങ്ങളിലാണ് ഞാൻ ഇത് പറഞ്ഞേ. അതെനിക്ക് തന്ന ദൂത ഒരിക്കൽ ആദ്യത്തെ അബോർഷൻ കഴിഞ്ഞപ്പോ. അപ്പൊ മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ യഹോവ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ദുഃഖിപ്പിച്ചാലും അവന്റെ മഹാദയക്കൊത്തവണ്ണം കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. 12-ാമത്തെ വർഷം എനിക്കൊരു തലമുറ ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതൽ സ്നേഹ, അവളുടെ പേര് സ്നേഹ. ഇപ്പൊ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 14 വയസ്സ് ഡിസംബർ ആകുമ്പോ 14 ആവും. 13 വർഷം കഴിഞ്ഞു. ആമേൻ. ഞാൻ കാത്തിരുന്നതിനേക്കാൾ 1 വർഷം കൂടെ മുമ്പോട്ട് പോയി. 13 വയസ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൈവമക്കളെ, നമുക്ക് ദൈവം തരാതെ ഒന്നും ഇരിപ്പില്ല. ഇനി നമുക്ക് തന്നാൽ നാം ദൈവത്തെ വിട്ടു പോകും, സാത്താൻ നമ്മെ തകർക്കും, നമ്മുടെ സാഹചര്യങ്ങൾ ആ രീതിയിലേക്ക് മാറിപ്പോകും എന്നുണ്ടെങ്കിൽ ദൈവം തരികയില്ല. അതിൽ നിങ്ങൾ പിണങ്ങരുത്. 2 വയസ്സുള്ള 1 വയസ്സുള്ള കുഞ്ഞിനൊന്നും നമ്മളെ കറിക്കത്തി എടുത്ത് കൊടുക്കത്തില്ല. 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് സൈക്കിൾ വാങ്ങിച്ച് റോഡിലോട്ട് നമ്മൾ വിടത്തില്ല. അവരുടെ ആയുസിനും ദോഷമാണ് എന്ന് കാണുന്ന ഒന്നും നമ്മൾ കൊടുക്കത്തില്ല. അവരതിൽ കരയും, അവർ ഒച്ച ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, അവർ പിണങ്ങും. അതൊന്നും നമ്മുടെ വിഷയമേ അല്ല.
കാരണം അതിന്റെ ജീവനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് നഷ്ടം നാശം സംഭവിക്കരുത് എന്ന ബോധ്യമുള്ള അറിവുള്ള മാതാപിതാക്കൾ കുഞ്ഞിനെ ഒന്നും അങ്ങനെയുള്ള കൊടുക്കത്തില്ല. അതാണ് ദൈവവും നമ്മളോട് ചെയ്യുന്നുള്ളൂ. നമ്മളോട് അതേ ദൈവം ചെയ്യുന്നുള്ളൂ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് എത്ര അധികം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുവാൻ തക്കവണ്ണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. ഈ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചേ പറ്റൂ. ഈ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴല്ലോ വേണ്ടാത്തൊന്നും ചോദിക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ളതേ ചോദിക്കത്തുള്ളൂ. ദൈവഹിതമില്ലാത്തൊന്നും ചോദിക്കത്തില്ല. ദൈവഹിതമുള്ളതേ ചോദിക്കത്തുള്ളൂ. എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ടെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ്. നമ്മൾ ബുദ്ധി കൊണ്ട് പലതും കാണും. ദൈവം ആത്മാവിനാൽ നമ്മളോട് ഉപദേശം നൽകും. വേണ്ട കേട്ടോ, അത് വേണ്ട കേട്ടോ, അങ്ങോട്ട് പോകണ്ട കേട്ടോ, ഇത് പറയണ്ട, അത് പറയണ്ട, ഇത് ചെയ്താൽ മതി, അത് ചെയ്യണ്ട. ഇത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കീഴ്പ്പെട്ടു കൊടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. എന്ന് പറഞ്ഞ് മരണം സംഭവിക്കില്ലെന്നുണ്ടോ? മരണം അത് അത് ശാശ്വതമാണ്. അത് ഉള്ളതാണ്. അത് ചെയ്തേ പറ്റൂ. നമ്മുടെ ശരീരത്തിൽ ആഹാരമില്ലെങ്കിൽ നമ്മൾ എത്ര വർഷം ജീവിക്കും? അത് ആഹാരം വേണം. നമുക്ക് വസ്ത്രം വേണം, ആഹാരം വേണം. നമ്മുടെ ശരീരത്തിൽ അഴുക്കുകളെ സോപ്പ് വേണം. പിന്നെ എണ്ണ വേണം, സോപ്പ് വേണം, എല്ലാം വേണം. കളത്തില് വെള്ളം തിളപ്പിച്ചിട്ട് ചോറേ വാന്ന് പറഞ്ഞ വരുവോ? അരി വേണം, അരി കഴുകിയിടണം. അപ്പൊ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. അല്ലാത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് എന്തു വേണം എന്തു വേണ്ട എന്ന് അവന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്താൽ തോറ്റുപോകുകയില്ല, ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തോക്കണോ ജയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. ജയിക്കണമെങ്കിൽ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് ആകുക. തോക്കണമെന്നുണ്ടെങ്കിൽ പിശാചിന്റെ കയ്യിലോട്ട് കൊടുക്കുക. ആമേൻ, സ്തോത്രം. നമ്മളെ മന്ദബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആ വഴിക്ക് പോവാ. ബൈബിളും വായിക്കേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കാമെന്നാണ്. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കർത്താവ് തന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെയല്ല. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് ഈ ഭൂമിയിൽ സമൃദ്ധരായിരിക്കാനല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കഷ്ടവും നഷ്ടവും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും എല്ലാം പൗലോസ് പറഞ്ഞതുപോലെ നമുക്കുണ്ടായാലും ആമേൻ ഈ നേരത്തേക്കുള്ള കഷ്ടം, ഞൊടിനേരത്തേക്കുള്ള കഷ്ടമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നിത്യ ഘനമേറിയ ആ തേജസ്സിനെ നമുക്ക് ആത്മാവിൽ ദർശിക്കാൻ കഴിയണം. ആ ഘനമേറിയ ആ തേജസ്സിനെ കണ്ടുകൊണ്ട് ഈ ദുഃഖം എത്ര വലിയ ദുഃഖമായാലും അതിനെ നിസ്സാരമായി കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ജയിച്ചവരെ കൂട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ ദൈവം നമ്മളെ ക്ഷേമമായി നടത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയം നോക്കിയില്ല എങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇത്രത്തോളം സംസാരിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തന്നു. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ബന്ധപ്പെട്ടവരാ. സ്തോത്രം. നമ്മൾ വളരെ കടമപ്പെട്ടവരാണ്. നമ്മൾ നിൽക്കും, ഉറപ്പാ. എനിക്ക് ഉറപ്പുണ്ട്. 35 വർഷം നിർത്തിയ കർത്താവ് നിർത്തുമെന്ന് നമുക്കൊരു ഉറപ്പ്. എന്തായാലും നിത്യത പോകാൻ ഉറപ്പ് പ്രാപിച്ചവർക്ക് ഇവിടെ നിന്ന് പോകുമെന്ന് ഉറപ്പില്ലേ? ഉണ്ട്. സ്തോത്രം. പക്ഷെ നമ്മുടെ തലമുറ നിൽക്കുമോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. കാരണം സാത്താൻ അറിയാം, സൗദയെ പിടിച്ചിട്ട് കാര്യമില്ല, സ്നേഹയെ പിടിക്കാം. ഇല്ലേ? ഹല്ലേലൂയ. ഇത് കണ്ടു അവളെ അങ്ങനെ മക്കളെ പിടിക്കാനാ സാത്താൻ തന്ത്രമിട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. നമ്മുടെ മാതൃകാ ജീവിതം അവർക്ക് കാണിച്ചു കൊടുക്കുക. സ്തോത്രം. അപ്പോൾ തന്നെ അവരെ തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക. അപ്പം പറയും, ഇപ്പൊ അവര് 5 വയസ്സ് 10 വയസ്സ് 15 വയസ്സ് സാരമില്ല, അവര് വലുതാകുമ്പോ മാറിക്കോളും എന്ന് പറഞ്ഞ് ഉഴപ്പി നടക്കരുത്. അപ്പോൾ തിരുത്തി കൊടുക്കണം. കാരണം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക. അവൻ വൃദ്ധനായാൽ അത് വിട്ടുമാറുകയില്ല. ഇന്ന് അവരെ ഇഷ്ടത്തിന് വിട്ടാൽ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. സ്തോത്രം. അവരെ ഇന്ന് നടക്കേണ്ടുന്ന പാത കാണിച്ചു കൊടുത്ത്, ഇതല്ല നമ്മുടെ വഴി, ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ ചോദിക്കും, ഇന്ന കുട്ടി അത് ചെയ്തതാ, ഇന്ന കുട്ടി അത് മക്കളെ, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതാ. അതുകൊണ്ട് നാം പോകേണ്ട വഴി അതല്ല, നാം പോകേണ്ട വഴി ഇതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ സന്തോഷമല്ല നമ്മൾ അവരെ
എന്റർടൈൻമെന്റ് എല്ലാം കൊടുക്കണം, അവരെ കളിക്കാൻ അനുവദിക്കണം, അവർക്ക് ഭക്ഷണങ്ങൾ നല്ല അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ എല്ലാം കൊടുക്കുക, അവരെ എന്റർടൈൻമെന്റ് കൊടുക്കുക, അവരെ പുറത്തൊക്കെ കൊണ്ടുപോവുക, അതെല്ലാം ചെയ്തു കൊള്ളുക. പക്ഷേ നമുക്ക് വചനത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും കണ്ടാൽ അത് നാളെ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് കണ്ണടക്കരുത്. ആമേ സ്തോത്രം. അവരെ പിടിച്ചിരുത്തി അവരോട് ഉപദേശം കൊടുക്കുകയും പിന്നെ പോയി പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ആമേ നാം പിന്നെ കരയേണ്ടി വരത്തില്ല. അവരെ നിത്യതയിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. ഞാൻ വിചാരിക്കുന്നത് ദൈവം നമ്മോട് ചോദിക്കുന്ന ആമേൻ അതല്ല, അത് അതായിരിക്കും ചോദിച്ചേ, നിന്റെ മക്കളെ എവിടെ വരെ പഠിപ്പിച്ചു, കെട്ടിച്ചു, എന്ത് വിദ്യാഭ്യാസം കൊടുത്തു എന്നൊന്നും അല്ല കർത്താവ് ചോദിക്കാൻ പോണേ. നിനക്ക് ഞാൻ തന്ന ദാനമായി തന്ന നിനക്ക് ദാനമായി തന്ന മക്കൾ എവിടെ എന്ന് ചോദിച്ചാൽ ഇതാ കർത്താവേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ദാ നീ തന്ന ദാനമായി തന്ന മക്കൾ എന്ന് പറഞ്ഞ നിത്യതയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഇതാണ് നമ്മൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാം വിജയിച്ചു എന്നതിന്റെ തെളിവ്. ഈ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നേടുന്ന കൂട്ടത്തിൽ അനേക തലമുറകൾ, അനേക വ്യക്തി ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് സുവിശേഷം പറയുക, സത്യം പറഞ്ഞു കൊടുക്കുക. ആമേൻ സ്തോത്രം. ഹെസ്കേലിന്റെ പുസ്തകം പറയുന്ന പോലെ നമ്മൾ വചനം അവരുടെ ആ പോക്ക് കണ്ടിട്ട് നിത്യതയിൽ പോകത്തില്ലെന്ന് തോന്നിയാൽ അവരെ പിടിച്ചു നിർത്തി കേൾക്കുമോ ഇല്ലയോ എന്നുള്ള നമ്മുടെ വിഷയമല്ല, അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയം നമുക്കല്ല. നമുക്ക് പറയണമെന്ന ദൗത്യം നമ്മുടെ മേൽ കിടക്കുന്നു. കർത്താവ് ആരാണ്, രക്ഷ എന്താണ്, നിത്യത എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് മതം മാറ്റമല്ല എന്ന് നമുക്കറിയാം, അല്ലെ? ഇത് സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ള സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക, സ്വർഗത്തിൽ എത്തിക്കുക, ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന ആമേൻ ആ സ്നേഹത്തോടുകൂടിയാണ് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് നാം അയച്ചു തന്നത്. ക്രിസ്തു വന്നതും ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തതും അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് അവന്റെ സ്നേഹം നമുക്ക് പകർന്നു തന്നത്. ഈ സ്നേഹം ദാനമായി കിട്ടിയതാ. ഇത് ദാനമായി തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയും യേശുവിങ്കിലേക്ക് കൊണ്ടുവന്ന് നിത്യതയിൽ കൊണ്ട് എത്തിക്കുക. ഇത് നമ്മുടെ ദൗത്യമാണ്. ഇതിൽ ഉദാസീനത കാണിക്കരുത്. അവൻ ഇത് കണക്കത്തോ ചോദിക്കും. ഈ 2 കണക്കാ ചോദിക്കാൻ പോകുന്ന ഞാൻ കരുതുന്നത്. ഞാൻ ദാനമായി തന്ന മക്കൾ എവിടെ? ആമേൻ സ്തോത്രം. ഞാൻ എനിക്ക് ഏൽപ്പിച്ച ദൗത്യം എന്തായി? ഞാൻ ഏൽപ്പിച്ച ദൗത്യം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കർത്താവേ, എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ നിന്നെ കുറിച്ച് സാക്ഷിച്ചു, വ്യക്തിപരമായി പറഞ്ഞു, സൂം മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞു, ഞാൻ സ്റ്റേജുകളിൽ പറഞ്ഞു, പരസ്യയോഗത്തിൽ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കും ജോലി ചെയ്തിടത്തും എന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു. എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല കർത്താവേ. കാരണം നമ്മൾ പറഞ്ഞു, പിന്നെ അവരെ കണ്ടില്ല. കണ്ടെങ്കിൽ നമുക്ക് പറയാം, കണ്ടില്ലെങ്കിൽ അവരെവിടെയെങ്കിലും ഇരുന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നെങ്കിൽ കർത്താവ് പറയുന്ന നീ പറഞ്ഞ രക്ഷിക്കപ്പെട്ടതാ ഇത്രയും പേര് ദേ നിപ്പുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ എന്റെ ഇമാജിൻ കാണുകയാണ് കേട്ടോ. ആമേൻ സ്തോത്രം. നീ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ ദാ നിന്നോടൊപ്പം നിൽക്കുന്നു എന്ന് നിത്യതയിൽ ആമേൻ പ്രതിഫലം വീതം വെക്കുമ്പോൾ നമുക്കും കണ്ട് സന്തോഷിപ്പാൻ ഇടയായി തീരണം. അവിടെ ഒരു ആത്മാവിനെ പോലും കൊണ്ടെത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം, നമ്മുടെ ക്രിസ്ത്യ ജീവിതം അയ്യോ കഷ്ടം എന്നല്ലേ പറയേണ്ടു. നമ്മളെ തിരഞ്ഞെടുത്ത എന്തിനാ? പട്ടാളത്തിലേക്ക് ഒരു പട്ടാളക്കാരനെ തിരഞ്ഞെടുക്കുന്ന എന്തിനാ? ആമേൻ ഒരാത്മാവ് പോലും നശിക്കാതിരിക്കാനാ. ആമേൻ ഒരു 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 ഇന്ത്യക്കാരൻ നശിക്കാതിരിക്കാനാ ഇന്ത്യൻ പട്ടാളത്തെ അതിരിക്കൊണ്ടാക്കിയിരിക്കുന്നത്. അത് കിടന്നുറങ്ങുകയും ഉദാസീനമായി അവൻ എതിർ രാജ്യക്കാർ കടന്ന് ഇവരെല്ലാം വെടിവെച്ച് കൊന്നെങ്കിൽ അവൻ ഈ പട്ടാളക്കാരനെ കൊണ്ട് എന്ത് ഗുണം? അപ്പൊ നമ്മൾ നശിച്ചു പോകാതെ ആത്മാക്കളെ നേടാൻ നമ്മളെ ഒരു പട്ടാളത്തിൽ എടുത്തിരിക്കുന്നതിന് തുല്യമാ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. സ്തോത്രം. സാത്താനോടാ യുദ്ധം. സാത്താൻ പിടിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നേടിയെടുക്കാൻ സാത്താനോട് യുദ്ധം ചെയ്യണം. അതിന് അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ശക്തിമേൽ ശക്തി പ്രാപിച്ച് സ്തോത്രം സാത്താനോട് യുദ്ധം ചെയ്ത് അവന്റെ കയ്യിൽ നിന്ന് ആത്മാക്കളെ വിടുവിച്ച് ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ദൗത്യം ഈ ദിവസങ്ങൾ ശക്തിയോടെ എടുത്ത തീരുമാനത്തോടെ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളെല്ലാവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്നെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. അനേക മുസ്ലിം